ഈ പെൺകുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, ആൺകുട്ടികൾക്കും ഇപ്പോൾ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അത് എനിക്ക് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് തോന്നുന്നതാണോ? ഒന്ന് പോടാറുണ്ട്. ശരിക്കും ആൺകുട്ടികൾക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. താല്പര്യമില്ല എന്നല്ല, കല്യാണം കഴിക്കാൻ പേടിയാണ്. അതിന്റെ കാരണം എന്താണെന്നല്ലേ? മെയിൻ ഇഷ്യൂ പൈസ തന്നെയാണ്. പൈസ ഇല്ല എന്നല്ല, പക്ഷെ പകരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറുപ്പം തൊട്ടേ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയ കാലം തൊട്ടേ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ, അത് പല കാര്യങ്ങളും ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാതെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുള്ള ഡ്രസ്സ് വാങ്ങാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാതെ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകാൻ പറ്റാതെ അങ്ങനെയും സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ ഒരു ദിവസം, ഒറ്റ ദിവസത്തെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മൊത്തത്തിൽ പൊട്ടിക്കാന്നൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും സഹിക്കൂ? പെൺകുട്ടികളെ പോലെയല്ല, ആൺകുട്ടികൾക്ക് ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ചെലവ് അവർ തന്നെ വഹിക്കണം. അപ്പോൾ ഇത്രയും കാലത്തെ അധ്വാനം ഒറ്റ ദിവസത്തെ ദൂരത്തിന് വേണ്ടിയിട്ട് മൊത്തം പൊട്ടിച്ചളയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും? അതൊക്കെ പോട്ടെ, കല്യാണമൊക്കെ നല്ല രീതിക്ക് തന്നെ നടന്നു എന്ന് തന്നെ വിചാരിക്കുക. ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സാലറി ആർക്കുള്ളതാണ്? അത് ഭാര്യക്കുള്ളതാണ്. ഇനി ഭർത്താവിന്റെ സാലറിയോ? അത് മൊത്തം കുടുംബത്തിനും പിന്നെ ഭാര്യയ്ക്കും ഉള്ളതാണ്. ഓക്കെ, കല്യാണമൊക്കെ നല്ല രീതിക്ക് നടന്നു, സാലറിയുടെ കാര്യങ്ങളൊക്കെ വിട്. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഭർത്താവിനെ ആ ഭാര്യയ്ക്ക് ചടച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ആകുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ കൊന്നുകളയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർഹിക പീഡനമെന്നോ അല്ലെങ്കിൽ വീട്ടിൽ ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെ എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തിട്ട് അയാളെ ജയിലിലേക്ക് ആക്കുക. ഇയാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നത് വരെ, അത് എത്ര ദിവസമാണോ അത്രയും ദിവസം അയാൾ ജയിലിൽ കിടക്കണം. ഓക്കെ, ഇനി അതൊന്നുമല്ല, ഈ കൊല്ലുന്നുമില്ല, കേസും കൊടുക്കുന്നില്ല, അവർ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചിട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചോ. ഇനി ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാലോ അത്രയും കാലം ഭർത്താവ് സമ്പാദിച്ചിട്ടുള്ള പൈസേന്റെ 50% അല്ലെങ്കിൽ അതിന്റെ വലിയൊരു ഭാഗം തന്നെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കണം. ഏതെങ്കിലും ഒരു ഭാര്യമാര് കോടതിയിൽ വെച്ചിട്ട് എനിക്ക് അയാളുടെ കൂടെ പോകാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ അയാളുടെ പണവും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാനാവും, എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്, അതിനുള്ള ജോലി ഉണ്ട് എന്ന് ഏതെങ്കിലും ഭാര്യമാര് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പറയാനും പോകുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും മുട്ടം പണികൾ കിട്ടുമെന്നും അയാളുടെ ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡം, സമാധാനം എല്ലാം നശിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ട് അയാൾ കല്യാണം കഴിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നല്ല, പേടിയാണ്.